നമസ്കാരം. ഇൻഡെപ്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സമീർ ധർമ്മടം, എക്സൈസ് പ്രിവന്റീവ് ഓഫീസറാണ്. നമുക്ക് അദ്ദേഹത്തോട് മയക്കുമരുന്നും അതിന്റെ ഉത്ഭവം, ചരിത്രം, അതിന്റെ പശ്ചാത്തലമൊക്കെ ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഈ മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ടോ ഈ ലഹരിക്കും? തീർച്ചയായിട്ടും മനുഷ്യ ചരിത്രത്തോളം തന്നെ വരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ നാഗരികത എന്നുണ്ടോ അതുമുതൽ തന്നെ ഈ ചരിത്രം ഉണ്ടെന്നുള്ളതാണ്. മനുഷ്യൻ്റെ ചരിത്രത്തിലുടനീളം മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെടൽ ഒരു വലിയ പ്രശ്നമാണ്. ആസക്തിയെക്കുറിച്ചുള്ള ആദ്യകാല രേഖാമൂലമുള്ള പരാമർശം BC 4-ാം നൂറ്റാണ്ടിൽ പുരാതന ഗ്രീസിലാണ്. പ്ലാറ്റോ റിപ്പബ്ലിക് എന്ന തൻ്റെ പുസ്തകത്തിൽ മദ്യപാനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മദ്യാസക്തി മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച്, വ്യക്തികൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ വളരെ മികച്ച രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലഹരി വസ്തുമായി നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിയോലിത്തിക് കാലഘട്ടം, ഒരു പുതുശിലായുഗ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ചരിത്രത്തിന് തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം മദ്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അത് നമുക്ക് BC 7000-ൽ ചൈനയിൽ മദ്യോപയോഗവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്രരേഖകളും, അത് പല കാര്യങ്ങളും ആചാരപരമായ ആവശ്യങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് ഉപയോഗിച്ചതിൻ്റെ രേഖകളും മറ്റും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പുതുശിലായുഗത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനുഷ്യൻ അവൻ്റെ ഔഷധ ആവശ്യങ്ങൾക്കായി സസ്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന കാലം, ഉദാഹരണത്തിന് ഈജിപ്തുകാർ വേദന സംഹാരിയായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയകാല ചരിത്രത്തിൽ മദ്യവും മയക്കുമരുന്നുകളൊക്കെ അവിടെ പർപ്പസ് ഒരുപക്ഷെ എന്തായിരുന്നു? പലപ്പോഴും വേദന സംഹാരിയായിട്ട്, ഉറക്ക സഹായിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യമാണ്. ഈജിപ്തിലായിരുന്നു ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഈജിപ്തുകാരാണ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചത്. ചൈനീസ് ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. BC 7000 മുതലേ തന്നെ മനുഷ്യൻ, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നതുമായ ലഹരി വസ്തുക്കളൊന്നാണല്ലോ മദ്യം. അതെ. ഈജിപ്തുകാർ ജോലി ചെയ്തതിന് വേതനമായിട്ടും പുരാതന ഈജിപ്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതോടൊപ്പം തന്നെ ചില മരുന്നുകളായിട്ടും, രോഗങ്ങൾക്ക് മരുന്നുകളായിട്ട് പോലും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. രണ്ടുമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പഴയകാല ചരിത്രം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയും. നൂറ്റാണ്ടുകളിലായി വിവിധ സംസ്കാരങ്ങൾ ഔഷധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുവാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്.